കേരള രാഷ്ട്രീയത്തിന്റെ ഇതിഹാസം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാവലാൾ, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ വിശ്വസ്തനായ പോരാളി സഖാവ് വി എസ് അച്യുതാനന്ദൻ. 6ാം ക്ലാസിന്റെ പടിവാതിൽക്കൽ പഠനം അവസാനിപ്പിച്ച അധ്വാനത്തിന്റെ തീച്ചൂളയിലേക്ക് ഇറങ്ങിയ ഒരു ബാലൻ കാലത്തിന്റെ കൊടുങ്കാറ്റുകളെ നെഞ്ചിലേറ്റുവാങ്ങി കേരള രാഷ്ട്രീയത്തിന്റെ ആകാശത്തിൽ ജ്വലിക്കുന്ന സൂര്യനായി ഉയർന്നു വന്നത് അത് യാദർച്ഛികമല്ല. വിയർപ്പും തീയും ത്യാഗവും കൊണ്ട് രചിച്ച മഹാസമരകാവ്യമാണ്. ഇരുമ്പുലാത്തിയുടെ പ്രഹരങ്ങൾ ശരീരത്തെ മാത്രമാണ് മുറിവേൽപ്പിച്ചത്. ആശയങ്ങളുടെ ഉരുക്കുകോട്ട തകർക്കാൻ ഒരു ഭരണകൂട ഭീകരതയ്ക്കും കഴിഞ്ഞിട്ടില്ല. ജയിലറകൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ പൂട്ടിയിട്ടു. അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ ചിറകുകളെ പൊന്തിക്കുവാൻ ഒരു ഭരണകൂട ഭീകരതയ്ക്കും കഴിഞ്ഞിട്ടില്ല. ജയിലറകൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ പൂട്ടിയിട്ടേക്കാം, മറിച്ച് അദ്ദേഹത്തിന്റെ വിപ്ലവ ചിന്തകളുടെ ചിറകുകളെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. തടവ് ജീവിതം അദ്ദേഹത്തിന്റെ ഭയത്തിന്റെ തടവുകാരനാക്കിയില്ല, മറിച്ച് പ്രതിരോധത്തിന്റെ കൊടുങ്കാറ്റാക്കി. പുന്നപ്ര വയലാർ രക്തദീക്ഷിത ഭൂമിയിൽ നിന്നും ഉയർന്നു വന്ന ആ തീജ്വാല എന്നും ചൂഷണ സാമ്രാജ്യങ്ങളുടെ നെഞ്ചിൽ എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിശിഖയായിരുന്നു. അധ്വാനിക്കുന്ന മനുഷ്യന്റെ കണ്ണുനീർ അധികാരത്തിന്റെ പാദങ്ങളിൽ പതിക്കരുതെന്ന് പ്രഖ്യാപിച്ച വർഗബോധത്തിന്റെ മഹാമേനു. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും വിയർപ്പിന് ചരിത്രത്തിന്റെ വില വാങ്ങിക്കൊടുത്ത സമരധീരൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ഓരോ പോരാട്ടവും അധികാര സിംഹാസനങ്ങൾക്ക് നേരെ പതിച്ച ഇടിത്തിയായിരുന്നു. അധികാരം അദ്ദേഹത്തെ മാറ്റിയില്ല, അധികാരത്തെ മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്. അഴിമതിയുടെ അരമനകളെല്ലാം വിറച്ചു, ഭൂമി കൊള്ളക്കാർ ഒഴിഞ്ഞു, മാഫിയകൾ പതറി. കാരണം വി എസ് എന്നത് ഒത്തുതീർപ്പിന്റെ ഭാഷയല്ല, പ്രതിരോധത്തിന്റെ മഹാമന്ത്രമാണ്. ചെങ്കൊടിയുടെ ചുവപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും കലരാൻ അനുവദിക്കാത്ത തത്വനിഷ്ഠതയുടെ ഉരുക്കുശില. കാലം അദ്ദേഹത്തിന്റെ ശരീരത്തെ വാർദ്ധക്യത്തിലേക്ക് നയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വിപ്ലവ ചൈതന്യത്തെ ഒരു നിമിഷം പോലും തളർത്താൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രം നിങ്ങളുടെ പേരെഴുതിയത് മഷി കൊണ്ടല്ല, അധ്വാനിക്കുന്ന മനുഷ്യന്റെ ചോരയും വിയർപ്പും കൊണ്ടാണ്. ലാൽ സലാം സഖാവേ.